ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെയും എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പാട്ടോ. രാവിലെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ക്ലൈമറ്റ് ഈ ഒരു രീതിയിലാട്ടോ നിൽക്കുന്നത്. 2 ദിവസമായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ശക്തമായ തണുപ്പുമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പല ജില്ലകളിലും ഓൾറെഡി DM അവധി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാ അവധി കിട്ടണമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളും ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് നമുക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂളും കാര്യങ്ങളും അവധിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഒരു സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ നമുക്ക് റെഡിയായി പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം തണുപ്പ് അതുപോലെ കൂടി നിൽക്കുന്ന നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്നു. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലേ പറ്റുമോ, തണുപ്പാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ടൈമിൽ ഭക്ഷണവും കാര്യങ്ങളും കഴിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ സോയാബീൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ഡിഷാട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എങ്കിലും വ്യത്യസ്തമായി തേങ്ങയൊക്കെ വറുത്തരച്ച് ശരിക്കും ഇറച്ചിക്കറി ഉണ്ടല്ലോ അതുപോലെ ആട്ടോ ഞാനിത് വെക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചായ അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പം ചായ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് വേവിച്ച് എടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് തോന്നി ചായയുടെ കൂടെ 1-2 ബിസ്ക്കറ്റ് കഴിക്കണമെന്ന്. എല്ലാ ദിവസവും ഒന്നും ഇല്ല കേട്ടോ, വല്ലപ്പോഴും എനിക്കിങ്ങനെ കഴിക്കാനായിട്ട് കൊതി തോന്നുമ്പം കഴിക്കും. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ശരിക്കും ഒരുപാട് മധുരമോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ള് ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിയിലയുടെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ആ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ശരിക്കും ഇഷ്ടപ്പെടും. ഇവിടെ ഇച്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കണവരൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പം ഞാൻ വാങ്ങിച്ചതിനെ കണ്ടു, ഇതിനകത്ത് നിറച്ച് മല്ലിയിലയുടെ ഇതാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചായ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അതിന് തേങ്ങ വറുത്തരയ്ക്കണമല്ലോ. അപ്പോൾ തേങ്ങ ഞാൻ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചിരണ്ടി സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ്. പക്ഷേ ഈ തണുപ്പൊക്കെ കാരണം ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനായിട്ട് ചെറിയൊരു മടിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, എനിക്ക് ഇരിപ്പുണ്ട് കുറച്ച് തേങ്ങ. അപ്പോൾ കുറച്ചും കൂടെ എന്തായാലും വേണം. അതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ തന്നെ ചിരണ്ടി വെക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഞാൻ ചിരണ്ടുന്ന സമയത്ത് 2-3 തേങ്ങയൊക്കെ ഒരുമിച്ച് പൊട്ടിച്ചിട്ട് ഏറെ ചിരണ്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ ടെൻഷനില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടനാടൻ ബ്യൂട്ടി രുചിയിലെ ബീന ചേച്ചിയും പറഞ്ഞു ഏറ്റവും മടിയുള്ള കാര്യം തേങ്ങ ചിരണ്ടാനാണ്. അപ്പോൾ ശരിക്കും എനിക്കും അത് തന്നെ കേട്ടോ, ഭയങ്കര മടിയാണ് തേങ്ങ ചിരണ്ടാനായിട്ട്. പക്ഷേ എന്നാലും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണിയും കിട്ടി. അപ്പോൾ ചിരണ്ടി എടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ കുത്തി നമ്മൾ പോത്തൊക്കെ കറി വെക്കാനായിട്ട് എടുക്കല്ലേ, അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ എന്തായാലും 2-3 ബിസ്ക്കറ്റും ഒരു ചായയും കഴിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഇനി തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ആദ്യം തന്നെ ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ചിലർ എണ്ണയൊക്കെ ഒഴിച്ച് വറക്കും. ഇനിയും തേങ്ങ അടുക്കി പിടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിട്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിലർ ഇതിനകത്ത് ഇറച്ചിയുടെ മറ്റേ മസാലകളൊക്കെ ഉണ്ടല്ലോ, കടാ മസാലകൾ, അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 വറ്റൽമുളക് മുറിച്ചിടുന്നുണ്ട് ഇതുപോലെ. അതിന് ശേഷം പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് എരിവുള്ള മുളകാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് കറിക്കകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ തേങ്ങ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കാൻ കാരണം അതിനകത്ത് എല്ലാം കൂട്ടിയുള്ള മസാല ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മുഴുവനോടുള്ള മസാല ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി മുഴുവനോടുള്ള മസാല നിങ്ങളുടെ കയ്യിൽ പൊടിയില്ല എങ്കിലും മുഴുവനോടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പു അതൊക്കെ ഉണ്ടല്ലോ, ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാൻ. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2-3 സവോളയും 2 തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചെറിയ സവോള കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ ഈ 3-4 എടുത്തിരിക്കുന്നത്. കുറച്ച് വലുതാണെങ്കിൽ നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2 ഒക്കെ മതിയായിരിക്കും.
പിന്നെ നല്ല കുറച്ച് ഗ്രേവി പോലെ ഇച്ചിരി ചാറായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവോള എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതുമാണ്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തത്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ തേങ്ങ കൊത്തി വെച്ചിരുന്നു ഞാൻ. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പാനിൽ തന്നെ ഞാനിപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, തണുത്തതിന് ശേഷം. പെട്ടെന്ന് തണുത്ത് കിട്ടും, കാരണം തണുപ്പല്ലേ. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ തേങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട, കാരണം ഒന്ന് പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴന്നതിന് ശേഷം കേട്ടോ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ഇത് ഇങ്ങനെയും വെക്കാറുണ്ട്, അതായത് സോയാബീൻ്റെ കൂടെ തന്നെ തക്കാളിയും സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുമുണ്ട്. എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു സമയത്ത് മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർക്കുള്ള കാര്യങ്ങൾ കുടിക്കാൻ പാലും ഒക്കെ എടുക്കുവാണ്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ സോയാബീനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സവോളയ്ക്ക് വഴന്ന് വരാനായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം അരപ്പും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഉപ്പ് ബാലൻസിങ് ആവും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കറി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിനെ കൂട്ടാനായിട്ട് സൂപ്പറാണേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നാളെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചത്. അപ്പം ഇന്നാണ് എനിക്കിപ്പോൾ പറ്റിയത്. കാരണം ഞാൻ മിക്കവാറും ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ വെക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വറുത്തരച്ച് വെക്കണമെന്ന് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും വറുത്തരച്ച് വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ അരപ്പ് വേഗണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ തിള വന്നു കഴിയുമ്പോൾ അരപ്പൊക്കെ വെന്തോളും. ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തോരമാണ് നമുക്ക് ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രം ശരിക്കും പറഞ്ഞാൽ ചെറുതായിപ്പോയി. ഞാൻ കുറച്ചും കൂടെ കുഴിയുള്ളൊരു കടായിൽ വെക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊള്ളും എന്നൊരു രീതിയിലാണ് ഞാനിത് വെച്ചത്. പക്ഷേങ്കിൽ കുറച്ചും കൂടെ കുഴിയുള്ള പാത്രത്തിൽ വെക്കുവാണ് നമുക്ക് ഇളക്കാനൊക്കെ കുറച്ചും കൂടെ സൗകര്യം. പിന്നെ ഇനിയിപ്പോൾ വേറെ പാത്രം എടുക്കണം, അത് കഴുകണം. ഒന്നാമതേ തണുപ്പ് പോലെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് വെച്ച് തന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു തിള വന്ന് കഴിയുമ്പം പിന്നെ ഇതിങ്ങ് ചാറ് കുറുകി വരുമല്ലോ. തന്നെയല്ല സോയാബീൻ അത് അത്യാവശ്യം വെള്ളത്തെ സോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ തിള വരും. തിള വന്ന് കഴിയുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയോ, അല്ലെങ്കിൽ ഞാനിപ്പം കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കുന്ന, മല്ലിയില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു തേങ്ങ ചേർത്ത് വെച്ച കറി ആയതുകൊണ്ട് കേട്ടോ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. അപ്പോൾ തിളച്ച വന്നു കഴിയുമ്പം നമുക്കത് നിർത്തി വെക്കാം. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചപ്പാത്തിയും പിന്നെ കറിയും ഈ ഒരു സേമിയ പായസമായിരുന്നു കേട്ടോ കോമ്പിനേഷൻ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ, അതായത് ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി. ഇതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു സേമിയയുടെ പായസം നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ചിലപ്പോൾ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം അയ്യോ ചപ്പാത്തിയുടെ കൂടെ സേമിയ പായസം എന്ന് ചിന്തിക്കും. പക്ഷേ നല്ല കോമ്പിനേഷനാണ്, കഴിച്ച് നോക്കുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ മോൻ പറഞ്ഞു തലേദിവസത്തെ ചപ്പാത്തി ഞാൻ കൊണ്ടുപോയില്ല, എനിക്ക് പൂരി എന്തെങ്കിലും ഉണ്ടാക്കി തന്നോളം പറഞ്ഞു. അപ്പം ഇവിടെ അങ്ങനെ പൂരിയൊന്നും കഴിക്കുന്നില്ല. പിന്നെ മോന് വേണ്ടി മാത്രം ഞാൻ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുള്ളൂ കേട്ടോ. സ്ഥിരം അങ്ങനെ കഴിക്കത്തില്ല, കാരണം കൂടുതൽ എണ്ണയുള്ള സംഭവം ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിക്കാതിരിക്കത്തുമില്ല, വല്ലപ്പോഴും ഉണ്ടാക്കും കഴിക്കും. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മോന് വേണ്ടി 3-4 ഞാൻ പൂരി ഉണ്ടാക്കി. പിന്നെ കറി നമ്മൾ ഈ ഉണ്ടാക്കിയ കറി തന്നെ കേട്ടോ ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പം എന്താ പറയണേ, പൂരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഞാൻ ബട്ടറൊക്കെ വെച്ചിട്ട് ചൂടാക്കി എടുത്തു. നമ്മുടെ സോയാബീൻ്റെ കറിയുമുണ്ട്, ഈ ഒരു സേമിയ പായസമുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നതായതുകൊണ്ട് അതിനകത്ത് പാലൊക്കെ ഈ ഒരു സേമിയ അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് വീണ്ടും ഇത് ചൂടാക്കി. കാരണം ഇച്ചാനൊക്കെ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഇത് ഒരു പായസം പോലെ തന്നെ നമ്മുടെ അവിടെയൊക്കെ കുടിക്കുന്ന പോലെ തന്നെ കുടിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആകും. പക്ഷേ നമ്മൾ സേമിയ പായസം എത്ര ഉണ്ടാക്കി വെച്ചാലും ഉണ്ടല്ലോ, എത്ര ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം
മൊത്തത്തിൽ അങ്ങ് സോക്ക് ചെയ്തിട്ട് പാലെല്ലാം അങ്ങ് വറ്റിപ്പോകും. അപ്പോൾ പിന്നെ നമുക്കിതുപോലെ പാലൊഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ശരിക്കും ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയപ്പോൾ രാവിലത്തേനും കൂടെ കൂടി കുറച്ചേറെ ഉണ്ടാക്കി വെച്ചാട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ ശേഷം കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായിട്ട് ക്ലാസ്സിൽ പോയി. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് 2-3 പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്താണ്. എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും അങ്ങനെ ബുക്ക് ചെയ്ത സംഭവം വന്നു കഴിഞ്ഞപ്പോൾ നോക്കാമെന്ന് കരുതി. ഇത് ഞാൻ ഒരു നട്ട്സ് ട്രേ എന്നാണ് അവർ പറയണത്. ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയത്. ഇതിനകത്ത് കാഷ്യൂനട്ട്, ബദാം, ആൽമണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു നട്ട്സ് ട്രേ ആണ്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി, അങ്ങനെ വാങ്ങിച്ച. അധികം വിലയൊന്നുമില്ല, 190 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം ഇതിനകത്ത് സ്പൂണും ഉണ്ട്, അതുപോലെ ആ സ്പൂൺ ടൈറ്റായിട്ടിരിക്കാനായിട്ടൊരു ഹോളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നട്ട്സൊക്കെ എത്രമാത്രം വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഹോള് ചെറിയ രീതിയിലുള്ളത് കൊണ്ട് എന്താ പറയണേ, അതൊരു തണുത്ത് പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കപ്പ് കേക്കിനുള്ള ഒരു ഡിസ്പോസിബിൾ ട്രേസ് ഉണ്ടല്ലോ, അത് ഞാൻ കപ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാക്കിങ്ങും വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. 2 ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതും വന്നിട്ടുണ്ട്. എല്ലാ സാധനവും ഒരേ ഡേറ്റിൽ തന്നെ എത്തിച്ചേർന്നു കേട്ടോ. എന്തായാലും പല തരത്തിലുള്ള കപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ഓർഡറൊക്കെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു നോക്കിയാണ്. പക്ഷേ ഇങ്ങനെ വാങ്ങിക്കുന്നത് എനിക്കത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാട്ടോ തോന്നിയത്. പിന്നെ നമുക്കിവിടെ കേക്കിൻ്റെ അങ്ങനെയുള്ള ഷോപ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഞാൻ ഒരു കേക്കിൻ്റെ ബേസ് ആ ബോർഡുണ്ടല്ലോ, അത് ഓർഡർ ചെയ്തു. പക്ഷേ അതെനിക്ക് വന്നത് ശരിയായിട്ടില്ല കേട്ടോ, അതിന് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.